اتخذوا أحبارهم ورهبانهم أربابا من دون الله والمسيح ابن مريم وما أمروا إلا ليعبدوا إلها واحدا لا إله إلا هو سبحانه عما يشركون. സ്വന്തം മതപണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അവർ അള്ളാഹുവിനെ കൂടാതുള്ള റബ്ബുകളായി വരിച്ചു. അപ്രകാരം തന്നെ മറിയമിന്റെ പുത്രൻ മിശിഹായെയും. അവരോ ഒരേയൊരു ദൈവത്തിന് ഇബാദത്ത് ചെയ്യാനല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇബാദത്തിനർഹനായിട്ട് അവനല്ലാതെ ആരുമില്ല തന്നെ. ഇക്കൂട്ടർ ആരോപിക്കുന്ന ബഹുത്വത്തിൽ നിന്ന് എത്രയോ വിശുദ്ധനത്രേ അവൻ. മുമ്പ് ക്രിസ്ത്യാനിയായിരുന്ന അദിയുബിൻ ഹാത്തിം നബി തിരുമേനിയുടെ സന്നിധിയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച സംഭവം ഹദീസിൽ വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹം ചില ചോദ്യങ്ങൾ തിരുമേനിയോട് ചോദിച്ചു. അതിലൊന്ന് ഈ ഖുർആൻ വാക്യത്തെ സംബന്ധിച്ചായിരുന്നു. പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ഞങ്ങൾ ദൈവങ്ങളാക്കിയതായി ആരോപിച്ചതിന്റെ അടിസ്ഥാനമെന്തെന്ന് അദ്ദേഹം അന്വേഷിച്ചു. തിരുമേനി വിശദീകരിച്ചു, പണ്ഡിത പുരോഹിതന്മാർ ഹറാമാക്കുന്നത് ഹറാമായും ഹലാലാക്കുന്നത് ഹലാലായും നിങ്ങൾ അംഗീകരിക്കാറില്ലേ? അദ്ദേഹം പറഞ്ഞു, ഉവ്വ്, അങ്ങനെ ചെയ്യാറുണ്ട്. തിരുമേനി പറഞ്ഞു, ശരി, അതുതന്നെയാണ് അവരെ ദൈവമാക്കലും അവർക്ക് ഇബാദത്ത് ചെയ്യലും. ദൈവിക ഗ്രന്ഥത്തിന്റെ പിൻബലമില്ലാതെ മനുഷ്യജീവിതത്തിൽ ഹിതകരവും അല്ലാത്തതുമായ പരിധികൾ നിശ്ചയിക്കുന്നവർ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്ഥാനത്ത് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നതെന്നും അത്തരക്കാർക്ക് നിയമനിർമ്മാണാവകാശം അംഗീകരിച്ചു കൊടുക്കുന്നത് ഫലത്തിൽ അവരെ ദൈവമാക്കലാണെന്നും ഇതിൽ നിന്ന് വ്യക്തമായി. ദൈവത്തിന് പുത്രനെ കൽപ്പിക്കുക, ദേവേതരന്മാർക്ക് സ്വതന്ത്ര നിയമനിർമ്മാണാവകാശം അംഗീകരിച്ചു കൊടുക്കുക എന്നീ രണ്ട് കുറ്റങ്ങൾ വേദക്കാരുടെ പേരിൽ ഇവിടെ ആരോപിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ലെന്നും വിശ്വാസികളാണെന്ന അവരുടെ അവകാശവാദം വ്യാജമാണെന്നും സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഇത്. ദൈവം ഉണ്ടെന്ന് അംഗീകരിക്കുന്നുവെങ്കിലും അവരുടെ ദൈവസങ്കല്പം അങ്ങേയറ്റം വികലമാണ്. തത്ഫലമായി അവർ ദൈവത്തെ അംഗീകരിക്കുന്നത് നിഷേധിക്കുന്നതിന് തുല്യമാകുന്നു. يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون. ഈ ജനം അല്ലാഹുവിന്റെ പ്രകാശത്തെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അല്ലാഹു അവന്റെ പ്രകാശം പൂർത്തീകരിച്ചല്ലാതെ സമ്മതിക്കുകയില്ല. സത്യനിഷേധികൾക്ക് അതെത്ര അരോചകമായിരുന്നാലും. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. അവനാണ് തന്റെ ദൂതനെ സന്മാർഗവും സത്യദീനുമായി നിയോഗിച്ചിട്ടുള്ളത്, ആ ദീനിനെ മറ്റെല്ലാ ദീനുകളെക്കാളും വിജയിപ്പിക്കാൻ. ബഹുദൈവ വിശ്വാസികൾക്ക് അതെത്ര തന്നെ അരോചകമായിരുന്നാലും. ആയത്തിലെ അദ്ദീൻ, ദീൻ വർഗം എന്ന ആശയത്തെ കുറിക്കുന്നു. മുമ്പ് പ്രസ്താവിച്ച പോലെ ഏതൊരു ജീവിത വ്യവസ്ഥിതിയുടെ ദാതാവ് ജീവിതത്തിൽ ആധാരമായും നിരുപാധികം അനുസരിക്കപ്പെടേണ്ടവനായും അംഗീകരിക്കപ്പെടുന്നുവോ, ആ വ്യവസ്ഥയ്ക്കും ജീവിത രീതിക്കുമാണ് അറബി ഭാഷയിൽ ദീൻ എന്ന് പ്രയോഗിക്കുന്നത്. പ്രവാചകൻ അല്ലാഹുവിങ്കൽ നിന്ന് കൊണ്ടുവന്ന സന്മാർഗത്തെയും സത്യദീനിനെയും ദീനിന്റെ നിർവചനത്തിൽപ്പെടുന്ന മറ്റെല്ലാ വ്യവസ്ഥകളെക്കാളും വിജയിപ്പിക്കുക, ഇതാണ് പ്രവാചക നിയോഗത്തിന്റെ ലക്ഷ്യമായി ഈ സൂക്തത്തിൽ വിവരിച്ചിരിക്കുന്നത്. മറ്റൊരു ഭാഷയിൽ തിരുമേനി കൊണ്ടുവന്ന ജീവിത വ്യവസ്ഥ മറ്റേതെങ്കിലും വ്യവസ്ഥയുടെ മേൽക്കോയ്മയ്ക്ക് അടിമപ്പെടാവതല്ല. അന്യവ്യവസ്ഥകൾ കനിഞ്ഞരുളുന്ന ആനുകൂല്യങ്ങളിലും സൗജന്യങ്ങളിലും ഒതുങ്ങിക്കഴിഞ്ഞുകൂടാനുള്ളതുമല്ല ദൈവിക വ്യവസ്ഥ. പ്രവാചക നിയോഗത്തിന്റെ ലക്ഷ്യം അതല്ല. അഖില പ്രപഞ്ചത്തിന്റെയും അധിപനായ അല്ലാഹുവിന്റെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ടാണ് പ്രവാചകൻ ആഗതനാവുന്നത്. പ്രപഞ്ചനാഥന്റെ സത്യവ്യവസ്ഥ മറ്റെന്തിനേയും അതിജയിച്ചു കാണാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ദൈവിക വ്യവസ്ഥിതി പ്രദാനം ചെയ്യുന്ന ആനുകൂല്യങ്ങളിലും സംരക്ഷണങ്ങളിലും ഒതുങ്ങിക്കഴിഞ്ഞുകൂടേണ്ടതാണ് ദൈവികേതര വ്യവസ്ഥിതികൾ.
ജിസിയ നൽകി ഇസ്ലാമിക വ്യവസ്ഥിതിക്ക് കീഴിൽ നിലകൊള്ളുന്ന ദിമ്മികളുടെ നിലപാട് പോലെ. കൂടുതൽ വിശദീകരണം അസുമർ 2, അൽ മുഅ്മിൻ 26, അശൂറ 13 സൂക്തങ്ങളുടെ വ്യാഖ്യാനത്തിൽ വരുന്നുണ്ട്. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. വിശ്വസിച്ചവരെ, വേദക്കാരിലെ മിക്ക പണ്ഡിതന്മാരും പുരോഹിതന്മാരും ചെയ്യുന്നത് ജനത്തിന്റെ മുതലുകൾ നിഷിദ്ധമാർഗങ്ങളിലൂടെ തിന്നുകയും അവരെ ദൈവിക സരണിയിൽ നിന്ന് തടയുകയും തന്നെയാകുന്നു. സ്വർണവും വെള്ളിയും കൂട്ടിവെക്കുകയും ദൈവിക മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ വേദനയേറിയ ശിക്ഷയുടെ സുവാർത്ത അറിയിച്ചുകൊള്ളുക. ഫത്വ നൽകുക, കൈക്കൂലി തിന്നുക, വഴിപാടുകൾ കവരുക, മോക്ഷം വിൽക്കുന്ന മതാചാരങ്ങൾ കെട്ടിച്ചമയ്ക്കുക, ജനങ്ങളുടെ ജനന മരണങ്ങളും വിവാഹാഘോഷങ്ങളും മറ്റ് സുഖദുഃഖ സന്ദർഭങ്ങളും വയറ് നിറയ്ക്കുന്നതിനുള്ള മാർഗമാക്കുക, ആളുകളുടെ ഭാഗ്യനിർഭാഗ്യങ്ങൾ തീരുമാനിക്കാനുള്ള കുത്തക കൈക്കലാക്കുക എന്നിവ മാത്രമല്ല ഈ പുരോഹിത പരിശകളുടെ തൊഴിൽ. സ്വന്തം കാര്യസിദ്ധിക്കായി ബഹുജനങ്ങളെ ദുർമാർഗത്തിൽ തളച്ചിടുന്ന ഈ ദ്രോഹികൾ വല്ലവരും സത്യപ്രസ്ഥാനവുമായി രംഗത്ത് വരുന്നത് കണ്ടാൽ പാണ്ഡിത്യത്തിന്റെ പരിവേഷമണിഞ്ഞ് ഇടം കോലിടാൻ കുതന്ത്രങ്ങളുമായി കച്ചകെട്ടിയിറങ്ങുകയും ചെയ്യുന്നു. يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. അതേ സ്വർണവും വെള്ളിയും നരകാഗ്നിയിൽ പഴുപ്പിക്കുകയും അനന്തരം അതുകൊണ്ട് അവരുടെ നെറ്റികളും പാർശ്വങ്ങളും മുതുകുകളും ചൂടുവെക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ദിനം വരുന്നുണ്ട്. അതാകുന്നു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശേഖരിച്ച നിക്ഷേപം. ഇനിയും ശേഖരിച്ചുവെച്ച ആ സമ്പത്ത് ആസ്വദിച്ചുകൊള്ളുവിൻ. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. യാഥാർത്ഥ്യമിതത്രേ, അല്ലാഹു ആകാശഭൂമികൾ സൃഷ്ടിച്ച നാൾ തൊട്ടേ അവന്റെ രേഖയിൽ മാസങ്ങളുടെ സംഖ്യ 12 ആകുന്നു. അതിൽ 4 മാസങ്ങൾ യുദ്ധം നിരോധിക്കപ്പെട്ടവയാണ്. ഇതാണ് ശരിയായ നിയമവ്യവസ്ഥ. അതിനാൽ ഈ 4 മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം ചെയ്യാതിരിക്കുവിൻ. എന്നാൽ ബഹുദൈവാരാധകർ ഏതുവിധം ഒറ്റക്കെട്ടായി നിങ്ങളോട് യുദ്ധം ചെയ്യുന്നുവോ അതേവിധം ഒറ്റക്കെട്ടായി നിങ്ങൾ അവരോടും യുദ്ധം ചെയ്തുകൊള്ളുക. അറിഞ്ഞിരിക്കുവിൻ, അല്ലാഹു ഭക്തന്മാരുടെ കൂടെ തന്നെയാകുന്നു. അല്ലാഹു സൂര്യനും ചന്ദ്രനും ഭൂമിയും സൃഷ്ടിച്ച നാൾ തൊട്ട് ഒരു കാലഗണന തുടർന്നു വരുന്നുണ്ട്. മാസത്തിലൊരിക്കൽ ചന്ദ്രക്കല ഉദയം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 12 പ്രാവശ്യം ചന്ദ്രക്കല പ്രത്യക്ഷപ്പെടുന്നതിനെ ആസ്പദമാക്കി കൊല്ലത്തിൽ 12 മാസങ്ങളുണ്ടാകുന്നു. അറബികളുടെ നസീർ സമ്പ്രദായത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പരാമർശം. ആ സമ്പ്രദായം വഴി കൊല്ലത്തിൽ മാസങ്ങളുടെ എണ്ണം 13ആയും 14ആയും മാറ്റപ്പെട്ടിരിക്കുന്നു. അവർ ഹലാലാക്കി വെച്ച യുദ്ധനിഷിദ്ധ മാസത്തെ അതേ വർഷത്തെ കലണ്ടറിൽ തന്നെ ഉൾക്കൊള്ളിക്കാനാണ് അങ്ങനെ ചെയ്തിരുന്നത്. ഇതിന്റെ വിശദീകരണം പിന്നീട് പറയുന്നുണ്ട്.
ഏതെല്ലാം നന്മകൾ മുൻനിർത്തിയാണോ പ്രസ്തുത മാസങ്ങളിൽ യുദ്ധം നിഷിദ്ധമാക്കിയത്, ആ നന്മകളൊന്നും പാഴാക്കാതിരിക്കുക എന്നാണ് നിങ്ങളോട് അതിക്രമം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞതിന്റെ താൽപര്യം. അക്കാലത്ത് അരക്ഷിതാവസ്ഥ വ്യാപിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കാതിരിക്കുക. 4 മാസമെന്നാൽ ഹജ്ജിനു വേണ്ടി ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം എന്നിവയും ഉംറയ്ക്കു വേണ്ടി റജബുമാണ് ഉദ്ദേശ്യം. ആദരണീയ മാസങ്ങളിലും മുശ്രിക്കുകൾ യുദ്ധത്തിന് മുതിരുകയാണെങ്കിൽ നിങ്ങളും തിരിച്ചടിക്കുക. അവർ ഒന്നിച്ചു നിങ്ങളോട് യുദ്ധം ചെയ്യുന്നത് പോലെ നിങ്ങൾ അവരെയും ഒറ്റക്കെട്ടായി നേരിടുക. സൂറത്തുൽ ബഖറ സൂക്തം 194 ഈ വാക്യത്തെ വിശദീകരിക്കുന്നുണ്ട്. ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫ്ർ يضل به الذين كفروا يحلونه عاما ويحرمونه عاما ليواطئوا عدة ما حرم الله فيحلوا ما حرم الله زين لهم سوء أعمالهم والله لا يهدي القوم الكافرين. നസീഅ് സത്യനിഷേധത്തിലൊരു വളർച്ച മാത്രമാകുന്നു. അതുമൂലം ഈ നിഷേധികൾ കൂടുതൽ വഴിതെറ്റിക്കപ്പെടുന്നു. അവർ ചില വർഷങ്ങളിൽ 1 മാസത്തെ യുദ്ധം അനുവദിക്കപ്പെട്ടതാക്കുന്നു. മറ്റു ചില വർഷങ്ങളിൽ അതേ മാസത്തെ യുദ്ധം നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. അല്ലാഹു യുദ്ധം നിരോധിച്ച മാസങ്ങളുടെ എണ്ണവുമായി യോജിക്കാൻ, അതുവഴി അല്ലാഹു നിരോധിച്ചതിനെ അവർ അനുവദനീയമാക്കുന്നു. ഈ ദുഷ്ചെയ്തികൾ അവർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. സത്യത്തെ നിഷേധിക്കുന്ന ജനത്തിന് അല്ലാഹു മാർഗദർശനം നൽകുന്നില്ല. അറബികളിൽ നസീർ 2 വിധമായിരുന്നു. യുദ്ധം, കവർച്ച, വധം എന്നിവയ്ക്ക് പ്രതികാരം ചെയ്യാനായി ഏതെങ്കിലും യുദ്ധനിഷിദ്ധ മാസത്തെ ഹലാലാക്കുകയും പകരം യുദ്ധം അനുവദനീയമായ മാസത്തെ ഹറാമാക്കി നിശ്ചയിക്കുകയും ചെയ്യുക. അങ്ങനെ യുദ്ധനിഷിദ്ധ മാസങ്ങളുടെ എണ്ണം പൂർത്തീകരിക്കുക. ഇതായിരുന്നു ഒരു രൂപം. ചാന്ദ്രവർഷത്തെ സൗരവർഷത്തോടൊപ്പിക്കാനായി അതിൽ 1 മാസം വർദ്ധിപ്പിക്കുക. ഇതാണ് മറ്റൊരു രൂപം. ഹജ്ജ് എപ്പോഴും ഒരേ കാലാവസ്ഥയിലായിരിക്കാനും ചാന്ദ്രഗണനയനുസരിച്ച് ഹജ്ജ് വ്യത്യസ്ത കാലാവസ്ഥകളിൽ മാറി മാറി വരുന്നതിനാലുള്ള ക്ലേശങ്ങൾ ഒഴിവാക്കാനുമാണ് ഇപ്രകാരം ചെയ്തിരുന്നത്. ഇങ്ങനെ 33 വർഷത്തോളം ഹജ്ജ് അതിന്റെ യഥാർത്ഥ സന്ദർഭത്തിൽ നിന്ന് ഭിന്നമായി വ്യത്യസ്ത കാലങ്ങളിലാണ് നടന്നിരുന്നത്. 34 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് യഥാർത്ഥ കാലമായ ദുൽഹജ്ജ് 9, 10 തീയതികളിൽ ഹജ്ജ് നിർവഹിക്കപ്പെട്ടിരുന്നത്. ഇതിനെക്കുറിച്ചായിരുന്നു ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ നബി തിരുമേനി പ്രസ്താവിച്ചത്. ഈ വർഷം ഹജ്ജ് കാലം കറങ്ങിത്തിരിഞ്ഞ് സ്വാഭാവികമായ കാലഗണനയനുസരിച്ച് വരേണ്ടിയിരുന്ന യഥാർത്ഥ തീയതികളിൽ തന്നെ വന്നു ചേർന്നിരിക്കുന്നു എന്നു സാരം. നസീഇനെ നിഷിദ്ധമായി പ്രഖ്യാപിച്ച് ജാഹിലിയ അറബികളുടെ പ്രസ്തുത 2 ഉദ്ദേശ്യങ്ങളെയും ഈ സൂക്തം വിഫലമാക്കിയിരിക്കുന്നു. ആദ്യത്തെ ഉദ്ദേശ്യം സ്പഷ്ടമായും ഒരു കുറ്റമായിരുന്നു. അല്ലാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കുകയും എന്നിട്ട് അതിന് സൂത്രത്തിൽ നിയമാനുഷ്ഠാനത്തിന്റെ ബാഹ്യരൂപം നൽകുകയും ചെയ്യുക എന്നായിരുന്നു അതിനർത്ഥം. രണ്ടാമത്തെ ഉദ്ദേശ്യം ഒറ്റനോട്ടത്തിൽ നിർദോഷവും സദുദ്ദേശ്യപരവുമായി തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ അതും ദൈവനിയമത്തോടുള്ള ഹീനമായ ധിക്കാരമായിരുന്നു. അല്ലാഹു ചുമത്തിയ നിർബന്ധ കർത്തവ്യങ്ങൾ സൗരവർഷത്തിനു പകരം ചാന്ദ്രവർഷത്തിനനുസൃതമായി നിശ്ചയിച്ചതിലടങ്ങിയ സുപ്രധാന നന്മകളിൽ ഒന്നിതാണ്. കാലത്തിന്റെ ഏതു കറക്കത്തിലും എല്ലാ അവസ്ഥാന്തരങ്ങളിലും അല്ലാഹുവിന്റെ നിയമങ്ങൾ പാലിക്കാൻ അവന്റെ ദാസന്മാർ പരിശീലിച്ചിരിക്കണം. റമളാൻ തന്നെ ഉദാഹരണമായെടുക്കാം. വേനൽക്കാലത്തും മഴക്കാലത്തും ശൈത്യകാലത്തും അത് വരുന്നു. ഈ മാറി മാറി വരുന്ന എല്ലാ കാലാവസ്ഥകളിലും വ്രതമനുഷ്ഠിച്ച് സത്യവിശ്വാസികൾ അല്ലാഹുവോടുള്ള അനുസരണം തെളിയിക്കുകയും ഏറ്റവും മികച്ച ധാർമ്മിക ശിക്ഷണം നേടുകയുമാണ് ചെയ്യുന്നത്. അപ്രകാരം ഹജ്ജും ചാന്ദ്രവർഷമനുസരിച്ച് വ്യത്യസ്ത കാലാവസ്ഥകളിലാണ് വരിക. ആ നല്ലതും ചീത്തയുമായ എല്ലാ അവസ്ഥാന്തരങ്ങളിലും ദൈവപ്രീതി കാംക്ഷിച്ച് യാത്ര ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ ദാസന്മാർ അവങ്കിൽ നിന്നുള്ള പരീക്ഷണത്തിൽ പൂർണ്ണ വിജയം വരിക്കുകയും അടിമത്തത്തിലും അനുസരണത്തിലും പക്വത നേടുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ ഒരു വിഭാഗക്കാർ തങ്ങളുടെ യാത്ര, വ്യാപാരം, ഉത്സവം, മേള എന്നിവയുടെ സൗകര്യം മുൻനിർത്തി ഹജ്ജ് കർമ്മം
സുഖകരമായ ഒരു കാലാവസ്ഥയിൽ എന്നേക്കുമായി നിശ്ചയിച്ചു വെക്കുന്നു എന്ന് കരുതുക. എങ്കിലത് മുസ്ലിങ്ങൾ ഒരു സമ്മേളനം വിളിച്ച് മേലിൽ റമളാൻ വ്രതം ഡിസംബറിലോ ജനുവരിയിലോ ആയിരിക്കുമെന്ന് നിശ്ചയിക്കുന്നതിന് തുല്യമാണ്. സൃഷ്ടികൾ സ്രഷ്ടാവിനെ ധിക്കരിച്ച് സ്വയം അധികാരികളായി വർത്തിക്കുന്നുവെന്നാണ് അതിന്റെ സ്പഷ്ടമായ അർത്ഥം. ഇതുതന്നെയാണ് കുഫർ. മറ്റൊരു കാര്യവും ഇവിടെ പ്രസക്തമാണ്. സാർവലൗകികവും സാർവജനീനവുമായ ഒരു മതത്തിൽ നോമ്പും ഹജ്ജും മറ്റും സൗരമാസമനുസരിച്ച് നിശ്ചയിക്കാമെന്ന് വെച്ചാൽ തന്നെ ഏത് മാസമാണിതിന് തിരഞ്ഞെടുക്കുക? ഏതു മാസം തിരഞ്ഞെടുത്താലും ഭൂമുഖത്തെല്ലാ നാട്ടുകാർക്കും അത് ഒരുപോലെ സൗകര്യപ്രദമായ കാലാവസ്ഥയായിരിക്കുകയില്ല. ഒരിടത്ത് ഉഷ്ണകാലമാണെങ്കിൽ മറ്റൊരിടത്ത് ശൈത്യകാലം, ചിലയിടത്ത് വർഷമാണെങ്കിൽ ചിലയിടത്ത് വരൾച്ച, ഒരു സ്ഥലത്ത് കൊയ്ത്തുകാലമാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വിത്തിറക്കുന്ന കാലം. ഇതായിരിക്കും സ്ഥിതി. ഹിജ്റ 9-ാം വർഷം ഹജ്ജ് കാലത്താണ് നസീഹ സമ്പ്രദായം ദുർബലപ്പെടുത്തി പ്രഖ്യാപനമുണ്ടായതെന്ന കാര്യം ശ്രദ്ധേയമാണ്. അടുത്ത വർഷം ഹിജ്റ 10-ൽ ചാന്ദ്രവർഷം അനുസരിച്ച് തികച്ചും ശരിയായ തീയതികളിലാണ് ഹജ്ജ് നിർവഹിക്കപ്പെട്ടത്. അന്ന് തൊട്ടിന്നോളം ഹജ്ജ് അതിന്റെ ശരിയായ തീയതികളിൽ തന്നെ നടന്നുവരുന്നു. أيها الذين آمنوا ما لكم إذا قيل لكم انفروا في سبيل الله اثاقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة فما متاع الحياة الدنيا في الآخرة إلا قليل. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾക്കെന്തു പറ്റി? ദൈവിക മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുവിൻ എന്നാവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ നിലത്തോടൊട്ടിക്കളഞ്ഞുവല്ലോ. നിങ്ങൾ പരലോകത്തിനു പകരം ഭൗതിക ജീവിതത്തെ തൃപ്തിപ്പെട്ടുവോ? അങ്ങനെയെങ്കിൽ ഗ്രഹിച്ചിരിക്കുക, ഭൗതിക ജീവിതത്തിന്റെ ഈ വിഭവങ്ങളൊക്കെയും പരലോകത്തിൽ അതീവ തുച്ഛമായതാകുന്നു. തബൂക്ക് യുദ്ധത്തിന്റെ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് അവതീർണമായ പ്രഭാഷണമാണ് ഇനി ആരംഭിക്കുന്നത്. ഭൗതിക വിഭവങ്ങൾ പരലോകത്തിൽ അതീവ തുച്ഛമാണെന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്. പരലോകത്തിലെ അനന്തദീർഘമായ ജീവിതവും അളവറ്റ വിഭവങ്ങളും കാണുമ്പോൾ ഐഹിക ജീവിതത്തിന്റെ നിസ്സാരത ബോധ്യമാകും. അവിടുത്തെ പരിമിതികളില്ലാത്ത സാധ്യതകളെയും അറ്റമില്ലാത്ത അനുഗ്രഹങ്ങളെയും അപേക്ഷിച്ച് ക്ഷണികമായ ഐഹിക ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സുഖാനന്ദ സാധ്യതകൾക്കും വിഭവങ്ങൾക്കും ഒരു വിലയുമില്ലെന്ന് നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. നിസ്സാരവും ക്ഷണികവുമായ ഐഹിക നേട്ടങ്ങൾ മോഹിച്ച് ശാശ്വതമായ പാരത്രിക ജീവിതത്തിലെ അപാരമായ നേട്ടങ്ങളും അനുഗ്രഹങ്ങളും സ്വയം നഷ്ടപ്പെടുത്തിയതെന്തിനെന്ന് അന്ന് മനുഷ്യർ വേവലാതിപ്പെടും. അവിവേകവും ദീർഘദൃഷ്ടിയില്ലായ്മയും ഓർത്ത് സ്വയം ഖേദിക്കും. ഇവിടെ ബോധ്യപ്പെടുത്തുന്നവരുണ്ടായിട്ടും ബോധോദയമുണ്ടാകാത്തതിൽ പശ്ചാത്തപിക്കും. മറ്റൊരുദ്ദേശ്യവും ഈ വാക്കിന് കൽപ്പിക്കാവുന്നതാണ്. ഐഹിക ജീവിത വിഭവങ്ങൾ പരലോകത്ത് പ്രയോജനപ്പെടുകയില്ല. ഇവിടെ നിങ്ങൾ നേടിവെച്ചത് എന്തുതന്നെയാവട്ടെ, ജീവിതത്തിന്റെ അന്ത്യശ്വാസത്തോടെ അത് കൈയൊഴിക്കേണ്ടി വരും. മരണത്തിനക്കരെയുള്ള ലോകത്തേക്ക് അതൊന്നും കൂടെ വരില്ല. അതിലൊരു ചെറിയ വിഹിതം മാത്രമേ നിങ്ങൾക്കവിടെ ലഭിക്കുകയുള്ളൂ. ഏതൊന്ന് ദൈവപ്രീതിക്ക് വേണ്ടി ബലിയർപ്പിച്ചുവോ, ഏതൊന്നിനോടുള്ള സ്നേഹത്തേക്കാൾ ദൈവത്തോടും ദീനിനോടുമുള്ള സ്നേഹത്തിന് മുൻതൂക്കം കൽപ്പിച്ചുവോ, അതുമാത്രം. إلا تنفروا يعذبكم عذابا أليما ويستبدل قوما غيركم ولا تضروه شيئا والله على كل شيء قدير. നിങ്ങൾ പുറപ്പെടുന്നില്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് വേദനാകരമായ ശിക്ഷ നൽകും. നിങ്ങളുടെ സ്ഥാനത്ത് അവൻ മറ്റൊരു വിഭാഗത്തെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യും. അല്ലാഹുവിന് ഒരു ദ്രോഹവും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അല്ലാഹു സകല കാര്യങ്ങൾക്കും കഴിവുറ്റവനാകുന്നു. ഇതിൽ നിന്ന് യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു വിധി ലഭിക്കുന്നു. പൊതുവായ യുദ്ധവിളംബരമുണ്ടാകുന്നതുവരെ ജിഹാദ് ഫർള് കിഫായായിരിക്കും. ഏതാനും പേർ നിർവഹിക്കുന്ന പക്ഷം മറ്റുള്ളവരുടെ ബാധ്യതയും തീരുമെന്നർത്ഥം. എന്നാൽ മുസ്ലിങ്ങളുടെ നേതാവ് സമുദായത്തെ പൊതുവായോ സമുദായത്തിലെ ഏതെങ്കിലും വിഭാഗത്തെയോ പ്രദേശക്കാരെ പ്രത്യേകമായോ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ ആ ആഹ്വാനം ലഭിച്ചവരെ സംബന്ധിച്ചിടത്തോളം ജിഹാദ് ഫർള് ഐൻ ആയിത്തീരുന്നതാണ്. അതായത് ഓരോ വ്യക്തിക്കും
അത് നിർബന്ധ കർത്തവ്യമായിരിക്കും. എത്രത്തോളമെന്നാൽ ന്യായമായ പ്രതിബന്ധം കൂടാതെ യുദ്ധത്തിന് പുറപ്പെടാത്തവരുടെ ഈമാൻ പോലും പരിഗണനീയമായിരിക്കുകയില്ല. ഇവിടെ പ്രവാചകന്റെ മുന്നിലുണ്ടായിരുന്ന വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുകയാണ്. നിങ്ങളെ ആശ്രയിച്ചൊന്നുമല്ല ദൈവത്തിന്റെ കാര്യം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ പ്രവർത്തിച്ചാലേ അത് നടക്കൂ, അല്ലെങ്കിൽ നടക്കില്ല എന്നൊന്നും ധരിച്ചു പോവേണ്ടതില്ല. ദൈവിക ദീനിനെ സേവിക്കാനുള്ള സുവർണാവസരം നിങ്ങൾക്ക് നൽകിയതുതന്നെ അവന്റെ മഹത്തായ അനുഗ്രഹവും കാരുണ്യവുമാകുന്നു. നിങ്ങളുടെ അവിവേകം കൊണ്ട് ഈ സന്ദർഭം പാഴാക്കുന്ന പക്ഷം ദൈവം മറ്റൊരു ജനതയെ അനുഗ്രഹിക്കുകയും നിങ്ങളെ ആശയറ്റവരാക്കുകയും ചെയ്യും. إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. നിങ്ങൾ പ്രവാചകനെ സഹായിക്കുന്നില്ലെങ്കിൽ വേണ്ട. സത്യനിഷേധികൾ അദ്ദേഹത്തെ പുറത്താക്കിയ സന്ദർഭത്തിൽ അല്ലാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം രണ്ടിലൊരാൾ മാത്രമായിരുന്നപ്പോൾ, അവർ ഇരുവരും ആ ഗുഹയിലായിരുന്നപ്പോൾ അദ്ദേഹം തന്റെ സഖാവിനോട് വ്യസനിക്കാതിരിക്കുക, അല്ലാഹു നമ്മോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, ആ സന്ദർഭത്തിൽ അല്ലാഹു അവങ്കൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സമാധാനം ഇറക്കിക്കൊടുത്തു. നിങ്ങൾക്ക് കാണാനാവാത്ത സൈന്യത്താൽ അദ്ദേഹത്തെ സഹായിച്ചു. നിഷേധികളുടെ വചനത്തെ അവൻ താഴ്ത്തിക്കളഞ്ഞു. അല്ലാഹുവിന്റെ വചനം തന്നെയാണ് അത്യുന്നതം. അല്ലാഹു അജയ്യനും യുക്തിമാനുമല്ലോ. മക്കയിലെ അവിശ്വാസികൾ നബി തിരുമേനിയെ വധിക്കാൻ തീരുമാനിച്ചുറച്ച സന്ദർഭത്തെ പരാമർശിക്കുകയാണിവിടെ. വധകൃത്യം നടത്താൻ നിശ്ചയിച്ച അതേ രാത്രി തിരുമേനി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. അതിനു മുമ്പ് തന്നെ മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം 2-4 പേരടങ്ങുന്ന ചെറു സംഘങ്ങളായി മദീനയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. പിന്നീട് മക്കയിൽ അവശേഷിച്ചത് കേവലം അശക്തരും ദുർബലരും ആശ്രയിക്കാൻ പറ്റാത്ത കപടവിശ്വാസികളും മാത്രമായിരുന്നു. ഈ പരിതസ്ഥിതിയിലാണ് തിരുമേനിയെ വധിക്കാൻ ശത്രുക്കൾ തീരുമാനിച്ചതായി അവിടുത്തേക്ക് അറിവ് ലഭിക്കുന്നത്. അതിനെ തുടർന്ന് സഹപ്രവർത്തകനായ അബൂബക്കർ സിദ്ദീഖിനെ മാത്രം കൂടെ കൂട്ടി തിരുമേനി മക്കയിൽ നിന്ന് പുറപ്പെട്ടു. ശത്രുക്കൾ പിന്തുടരുമെന്നുറപ്പായിരുന്നു. അതിനാൽ അവിടുന്ന് വടക്ക് ഭാഗത്തൂടെ മദീനയിലേക്കുള്ള വഴി ഉപേക്ഷിച്ച് തെക്കോട്ടാണ് സഞ്ചരിച്ചത്. തിരുമേനി 3 ദിവസം സൗർ ഗുഹയിൽ ഒളിച്ചിരുന്നു. രക്തദാഹികളായ ശത്രുക്കൾ തിരുമേനിയെ തേടി നാലുപാടും ചുറ്റിത്തിരിയുകയായിരുന്നു. മക്കയുടെ പ്രാന്തപ്രദേശങ്ങളൊന്നും അവർ പരിധി നോക്കാതെ വിട്ടില്ല. അതിനിടെ അവരിൽ ചിലർ തിരുമേനി ഒളിച്ചിരുന്ന ഗുഹയുടെ കവാടത്തിൽ പോലും എത്തിപ്പെടുകയുണ്ടായി. അവർ ആരെങ്കിലും അല്പം കൂടി മുന്നോട്ട് വന്ന് പാളി നോക്കിയാൽ തങ്ങൾ കണ്ടുപിടിക്കപ്പെടുമല്ലോ എന്ന് അബൂബക്കർ സിദ്ദീഖിന് കലശലായ ഭീതി തോന്നി. എന്നാൽ തിരുമേനിയിൽ ഭാവഭേദമൊന്നും കണ്ടില്ല. അവിടുന്ന് തികച്ചും ശാന്തനായി സിദ്ദീഖുൽ അക്ബറിനെ സമാശ്വസിപ്പിച്ചു. വ്യസനിക്കാതിരിക്കുക, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്.